ഹലോ, അപ്പോൾ നമ്മുടെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ ഒരു തുടർന്നുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇപ്പോൾ കടയിൽ പോയെന്ന് പറഞ്ഞായിരുന്നു. അപ്പം മേടിച്ച സാധനങ്ങളൊന്നും കാണിച്ചിട്ടില്ല, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണിത്. അങ്ങനെ നമ്മൾ കരിക്കോട് നമ്മൾ മറന്നു വെച്ച സാധനമെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് മൂന്നാംകുറ്റിയിലിറങ്ങിയിട്ട് നമുക്ക് തുണിയിൽ വരയ്ക്കുന്ന ചോക്കൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ അവിടെ ഇറങ്ങി ചോക്കും പെൻസിലും മേടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ കടക്കാരിങ്ങോട്ട് വേണോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഓർമ്മ നമുക്ക് വേണമായിരുന്നു. ആ സാധനം ഫ്രെയിമൊക്കെ വേണമായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ഓർമ്മയില്ലായിരുന്നു. അവർ പറഞ്ഞപ്പോൾ ഓർത്തപ്പം പിന്നെ ഫ്രെയിമിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പം ഒരു ഫ്രെയിമൊക്കെ എടുത്തായിരുന്നു ഞങ്ങൾ. അങ്ങനെ അതെല്ലാം മേടിച്ച് അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ പൊരിപ്പ് കട. അപ്പം അതുപോലെ അങ്കിള് സാധനം മേടിക്കാൻ ചെന്നപ്പം പാത്രത്തിൽ ചിപ്സ് എടുത്ത് തരുന്നുണ്ടായിരുന്നു. കഴിക്കുന്നു പറഞ്ഞിട്ട് 2 പ്രാവശ്യം എന്തോ തന്ന്. അങ്ങനെ അതൊക്കെ കഴിച്ച് പൊരിപ്പ് മേടിച്ച് വെച്ച്. കാരണം പൊരിപ്പെല്ലാം നമ്മൾ മേടിച്ച് വെച്ചിരുന്ന പലഹാരങ്ങൾ മൊത്തം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത മേടിച്ച് ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചാൽ ഇതുപോലെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേടിച്ചാൽ മതി. അവർക്ക് സ്കൂളിൽ മാത്രം ഇങ്ങനെ കൊടുത്തു വിടുന്നതല്ലേ ഉള്ളൂ. അപ്പം അതെല്ലാം മേടിച്ചു. പിന്നെ ഇതിനായിട്ട് ഇറങ്ങണ്ടല്ലോ എന്നും കരുതിയിട്ട് പിന്നെ ഇതാണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഇനി ഇതെല്ലാം ഓരോന്നും സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ അന്ന് നല്ല അന്തരീക്ഷമായിരുന്നു, മഴയോ കാര്യങ്ങളോ ഇല്ലായിരുന്നു, നല്ല ചൂടായിരുന്നു, നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ച് വരാൻ പറ്റി. നല്ല ചൂടുമായിരുന്നു. പക്ഷേ ഇപ്പം നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ്: പൗഡർ, ഫ്രെയിം, പിന്നെ പൊട്ട് വേണമായിരുന്നു. ഇങ്ങനെ പൊട്ട് മേടിച്ചാൽ കുറേ അധികം നാൾ നിൽക്കും. പിന്നെ ചോക്ക്, ഒരു ഐലൈനർ, പിന്നീട് മോക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് സ്കെച്ച്, പിന്നെ തുണി വരയ്ക്കുന്ന പെൻസില്, പിന്നെ നമ്മളെ മാർക്കറും ഗ്ലിറ്റർ പെന്നും. അത് കരിക്കോട് നിന്നാണ് മേടിച്ചത്. നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ സാധനം എടുക്കാൻ തലേന്ന് പോയി മേടിച്ചിട്ട് എടുത്തില്ലായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ പോയത്. അപ്പം ഈ ചോക്കും കാര്യങ്ങളൊന്നും ആ കടയിലില്ലായിരുന്നു. നമ്മൾ ചോദിച്ചതാ. പിന്നീട് മൂന്നാംകുറ്റിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ മേടിച്ചത്. അങ്ങനെ അതെല്ലാം എടുത്ത് ഒതുക്കിപ്പറക്കി വെച്ച് പിന്നീട് നമ്മൾ സ്ഥിരം കരിക്കോട് നിന്ന് മേടിക്കുന്നതാണ് ഈ നെയ്യപ്പം. എപ്പോൾ കരിക്കോട് പോയാലും ഒരു കുഞ്ഞു കടയാണ്, ഒരു പണ്ടത്തെ ഒരു ഓർമ്മ തരും. അപ്പം ചൂടോടെ ആ നെയ്യപ്പം വന്നുടനെ കഴിച്ച്. പിന്നെ രാവിലെ മലക്കറി തോരനോ വിഴുക്കുവരട്ടി ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പം ഞാൻ അമരക്കെടുത്ത് വിഴുക്കുവരട്ടി ആക്കാമെന്ന് കരുതിയിട്ട് അതങ്ങ് അടപ്പയിലാക്കി. എന്നിട്ടാണ് സാധനങ്ങളെല്ലാം ഒതുക്കി വെക്കാനായിട്ട് പറക്കിയിട്ടത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവുകയും ചെയ്യും, ഈ ജോലി നടക്കുകയും ചെയ്യും. ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞായിരുന്നു. എല്ലാം ഒരുവിധം വൃത്തിയാക്കി ഇട്ടിട്ടാണ് രാവിലെ പോയത്. അകം തൂത്തിട്ടില്ലായിരുന്നു. ഞാൻ വന്നിട്ട് അകമൊക്കെ തൂത്ത് എല്ലാം റെഡിയാക്കി. പിന്നെ നമ്മളുടെ സ്നാക്സ് പാത്രം എല്ലാം തുടച്ച് അതിൽ ഓരോന്ന് ഇട്ടിട്ട് വെച്ച്. എടുത്ത് കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഇട്ടിട്ട് വെക്കുന്നത്. പെട്ടെന്ന് ചോദിക്കും. പിന്നെ കവർ പൊട്ടിച്ച് പിന്നെ അത് ഈ റബ്ബറിട്ട് അത് പാടാണ്ട ഞാനിങ്ങനെ പാട്ടുകൾ പറക്കി വെച്ചിട്ടുണ്ട്. ഓരോ സാധനങ്ങൾ മേടിക്കുമ്പം നമുക്ക് സ്നാക്സ് ഇടാൻ പറ്റും, നല്ല ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കും. അപ്പോൾ ഇത് രണ്ടും ഇടാനുള്ള പാത്രം ഉണ്ടായിരുന്നില്ല. ചിപ്സിൻ്റെ കുറച്ചിട്ട് വെച്ച്. പിന്നെ നമ്മളിതുപോലെ കവറിൽ ആക്കിയിട്ട് റബ്ബർ ഇട്ടിട്ട് ഈ വേറൊരു കവറിനകത്തോട്ടാക്കിയിട്ട് നമ്മൾ അരിപ്പാത്രമില്ലേ അതിനകത്തോട്ട് കെട്ടി വെക്കുക ചെയ്യുന്നത്. ആവശ്യം തീരുന്നതനുസരിച്ച് ഞാൻ കുപ്പിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോഴത്തേക്ക് നമ്മളെ വിഴുക്കുവരട്ടി ആയി വരുന്നേ ഉള്ളൂ. ഇതല്ല പരുവം. ഞാൻ നന്നായിട്ട് മുരിച്ചെടുക്കും. കാരണം മുരിച്ചെടുക്കുമ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. അവൾക്ക് തോരനേം കാട്ടി ഇഷ്ടം വിഴുക്കുവരട്ടിയാണ്. പക്ഷെ അടുപ്പിച്ച് കൊടുത്താലൊന്നും എല്ലാ ദിവസവും കഴിക്കത്തില്ല. ഇങ്ങനെ ഇവിടെ ഇപ്പോൾ വിഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടും കുറേ നാളായി, എപ്പോഴും തോരൻ തന്നെ ആക്കുന്നത്. അപ്പം ഞാൻ നല്ലോണം അത് മൊരിച്ച് ആയി വരുന്നതേ ഉള്ളൂ സംഭവം. അങ്ങനെ പിന്നീട് അന്നത്തെ ദിവസം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നൊന്നും എടുത്തില്ല. ഇത് ഒരു ദിവസം രാത്രിയിൽ ഇതിൻ്റെ ഷോർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസ് എന്നും പറഞ്ഞിട്ട് അന്ന് ചോറ് വെക്കാഞ്ഞിട്ട് ഒരു ദിവസം രാത്രി ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചായിരുന്നു, അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിൽ നിന്ന് ചെറിയ ഭാഗങ്ങൾ, ഇതിൽ കൂടുതൽ ഞാൻ എടുത്ത് വെച്ചായിരുന്നു വീഡിയോ. പക്ഷേ കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർത്തു എന്നേ ഉള്ളൂ. ഫോണിൽ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഈ ഒരു വീഡിയോയും കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഡിലീറ്റ് ചെയ്യേണ്ട, ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്തേക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ആ ഒരു ക്ലിപ്പിങ്സും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുന്നതന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.